നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ലൈംഗികാതിക്രമ കേസിൽ ട്രംപിനെതിരെ കീഴ്ക്കോടതി പുറപ്പെടുവിച്ച വിധി ശരിവച്ചിരിക്കുകയാണ് അമേരിക്കൻ അപ്പീൽ കോടതി. എഴുത്തുകാരി ജീൻ കരോളിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് കേസ്. കേസിൽ $5 ദശലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന വിധിയാണ് അപ്പീൽ കോടതി ശരിവെച്ചത്. കേസിൽ വീണ്ടും വാദം നടത്തണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ വിധി വന്നത്. തനിക്കെതിരായ വിധി തെറ്റാണെന്നും പുനർവിചാരണ വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ട്രംപ് അപ്പീൽ നൽകിയിരുന്നത്. 1996 മാൻഹട്ടനിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് എഴുത്തുകാരി ജീൻ കരോളിനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. താൻ അതിക്രമം നടത്തിയെന്നാരോപിച്ച മറ്റു 2 സ്ത്രീകളുടെ മൊഴിയെടുത്തതടക്കം വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് പിഴവ് പറ്റിയെന്ന വാദമാണ് ട്രംപ് ഉയർത്തിയത്. ഈ വാദമുയർത്തിയാണ് ട്രംപ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത്. അതേസമയം പുതിയ വിധിയിൽ തങ്ങൾ തൃപ്തരാണെന്ന് ജീൻ കരോളിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. തങ്ങളുടെ വാദങ്ങൾ പരിഗണിച്ച അപ്പീൽ കോടതിയോട് നന്ദിയുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. ലൈംഗികാതിക്രമം നിഷേധിച്ചതിലൂടെ ട്രംപ് അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് കരോൾ നൽകിയ മറ്റൊരു കേസിൽ ട്രംപിന് $83.3 മില്യൺ പിഴ വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെയും ട്രംപ് അപ്പീൽ നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അപ്പീലുകൾ വരുമെന്ന് ട്രംപിൻ്റെ വക്താവും നിയുക്ത വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറുമായ സ്റ്റീവൻ ചിയൂങ് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകി തടിയൂരാനാകും ട്രംപ് ശ്രമിക്കുക. അവിടെയും ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ്. ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലെങ്കിലും പിഴയൊടുക്കുന്നതിലൂടെ ട്രംപ് കുറ്റവാളിയായി തന്നെ മുദ്രകുത്തപ്പെടും. അങ്ങനെ കുറ്റവാളിയായൊരു നേതാവ് അമേരിക്കയെ നയിക്കുന്നതിൽ ജനങ്ങൾക്കും എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മസ്കിന് ട്രംപ് വഴിമാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയത്തിലേക്ക് എത്തിയതിന് പിന്നാലെ ലോക കോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ ഇടപെടൽ ലോകം ചർച്ച ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകുമോ എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു.